മീഡിയം ടു ഡസ്കി സ്കിൻ ടോണിന് ചേരുന്ന കുറച്ചധികം ലിപ്സ്റ്റിക്കുകൾ കണ്ടാലോ? ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ കുറേ അധികം ഗ്യാപ്പിന് ശേഷമാണ് ഇതുപോലെ ഒരു ലോങ് വീഡിയോ ചെയ്യുന്നത്, അതും ബ്യൂട്ടി കണ്ടന്റ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ സ്കിൻ ടോണിന് മാച്ച് ആവുന്ന കുറച്ചധികം ലിപ്സ്റ്റിക്കുകളാണ്. ഇത് ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്ന, അതായത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ലിപ്സ്റ്റിക്കുകളാണ്. ഇന്ത്യൻ സ്കിൻ ടോണിന് ചേരുന്ന വേറെയും കുറച്ച് ലിപ്സ്റ്റിക്കുകളുടെ സ്വാച്ച് വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐകാഡിലും അതിൻ്റെ ലിങ്ക് കൊടുക്കാം. താല്പര്യമുള്ളവർ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി ഒട്ടും ലേറ്റ് ആക്കാതെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ ആദ്യത്തെ ലിപ്സ്റ്റിക്ക്. ലാക്മേ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ലിപ് മൂസ് സീരീസിൽ വരുന്ന ഒരു ലിപ്സ്റ്റിക് ആണിത്. ഇതിന്റെ ഷെയ്ഡ് ഡാർക്ക് ചെറി എന്ന് പറയുന്നതാണ്. എന്നെ പോലെ മീഡിയം ടു ഡസ്കി സ്കിൻ ടോൺ വരുന്ന ആളുകൾക്ക് നന്നായിട്ട് കോംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു ഷെയ്ഡാണിത്. ഒറ്റ സ്വൈപ്പ് തന്നെ നല്ല പിഗ്മെന്റേഷൻ തരാൻ സഹായിക്കുന്ന ഒരു ലിപ്സ്റ്റിക് ആണിത്. എന്നെ പോലെ കുറച്ച് പിഗ്മെന്റഡ് ലിപ്സ് ഉള്ളവർക്ക് നന്നായിട്ട് ഇത് പിഗ്മെന്റേഷൻ ഹൈഡ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. എന്റെ ലിപ്സിൽ ഈ ഒരു ഷെയ്ഡ് നല്ല ഡീപ്പ് വൈൻ ബെറി കളറിലാണ് വന്നിട്ടുള്ളത്. ഞാൻ കൂടുതലും ഫംഗ്ഷൻസിനും സ്പെഷ്യൽ ഒക്കേഷൻസിനൊക്കെയാണ് ഈ ലിപ്സ്റ്റിക് പ്രിഫർ ചെയ്യാറുള്ളത്. കോക്കോ ബട്ടർ ഇതിലൊരു കണ്ടന്റ് ആയതുകൊണ്ട് തന്നെ ഈ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ലിപ്സ് നല്ല സോഫ്റ്റ് ആയിട്ടും മോയ്സ്ചറൈസ് ആയിട്ടും ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ലിപ്സിൽ അപ്ലൈ ചെയ്താലും ഒട്ടും ഹെവി ഫീലിംഗ് ഉണ്ടാവാറില്ല. പിന്നെ ഇതൊക്കെ ഓരോരുത്തരുടെ ലിപ്സിന്റെ കണ്ടീഷൻ അനുസരിച്ച് വേരി ചെയ്യും കേട്ടോ. ഇത് അത്യാവശ്യം ഒരു 4 to 5 hours വരെ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക് ആണ്. അടുത്ത ലിപ്സ്റ്റിക് പാക്ക് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ സ്വീറ്റ് സെൻസേഷൻ ലിപ് ക്രീം സീരീസിൽ വരുന്ന ലിപ്സ്റ്റിക് ആണ്. ഷെയ്ഡ് സ്നാച്ച്ഡ്. ഇത് ഞാൻ റീസെന്റ് പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതെനിക്ക് അത്യാവശ്യം സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റ് ആക്കുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് മേക്കപ്പ് ഒന്നും ഇടാൻ താല്പര്യമില്ലാതെ പുറത്തു പോകുന്ന ടൈമിലാണെങ്കിലും ഈ ഒരു ലിപ്സ്റ്റിക്ക് മാത്രം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഫ്രഷ് ലുക്ക് കിട്ടും. എൻ്റെ ലിപ്സിൽ ഈ ഒരു ലിപ്സ്റ്റിക്ക് ഒരു റെഡിഷ് പിങ്ക് ഷെയ്ഡാണ് തരുന്നത്. അതുപോലെ തന്നെ ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. 3 to 4 hours ഒക്കെ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് ഫുഡ് കഴിച്ചാൽ, എസ്പെഷ്യലി ഓയിലി ഫുഡാണ് കഴിക്കുന്നതെങ്കിൽ ലിപ്സ്റ്റിക്ക് കുറച്ച് ഫെയ്ഡ് ആവുന്നുണ്ട്. ഈ ഒരു ലിപ്സ്റ്റിക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇത് എല്ലാ തരം സ്കിൻ ടോണിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ആണ്. അതായത് ഇപ്പം നമ്മൾ ഫെയർ സ്കിൻ ആണെങ്കിലും മീഡിയം സ്കിൻ ആണെങ്കിലും ഈവൻ ദോ നമ്മൾ ഡസ്കി ആണെങ്കിലും ഡസ്കി ടു ഡീപ്പർ ആണെങ്കിൽ പോലും ഈ ഒരു ഷെയ്ഡ് എല്ലാവരെയും നന്നായിട്ട് കോംപ്ലിമെന്റ് ചെയ്യുന്നതാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അടുത്തത് മാർസ് കോസ്മെറ്റിക്സിന്റെ മൂസ് മാറ്റ് സീരീസിൽ വരുന്ന ഒരു ലിപ്സ്റ്റിക് ആണ്. ഷെയ്ഡ് സൂപ്പർ സ്റ്റാർ. മൂസ് മാറ്റ് സീരീസിൽ വരുന്നത് കൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാൻ ഭയങ്കര സ്മൂത്ത് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ലിപ്സിൽ ഒരു ഹെവി ഫീലിംഗും ഇല്ല. അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഒരു ലിപ്സ്റ്റിക് ആണ് ഞാൻ ഇന്ന് കാണിക്കുന്ന ലിപ്സ്റ്റിക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ തവണ യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ ലിപ്സ്റ്റിക്ക് മാത്രമായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ എൻ്റെ ഫേസ് ഭയങ്കരമായിട്ട് വാഷ് ഔട്ട് ആവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഞാൻ അധികം ഈ ഒരു ലിപ്സ്റ്റിക്കിന്റെ കൂടെ ഏതെങ്കിലും ഒരു ലിപ് ലൈനർ പെയർ ചെയ്യാറുണ്ട്. ഇത് അത്ര കണ്ട് ലോങ് ലാസ്റ്റിംഗ് അല്ലാത്ത ഒരു ലിപ്സ്റ്റിക് ആണ്. പക്ഷേ ഇതിൻ്റെ ഒരു സ്റ്റെയിൻ കുറച്ചധികം നേരം തന്നെ ലാസ്റ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ലിപ്സ് ഒട്ടും തന്നെ ഡ്രൈ ആക്കാത്ത ഒരു ലിപ്സ്റ്റിക് ആണിത്. ഇതാണ് നമ്മുടെ അടുത്ത ലിപ്സ്റ്റിക്. ഫേസസ് കാനഡ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ കംഫി മാറ്റ് വാവ് ലിക്വിഡ് ലിപ്സ്റ്റിക്. കോക്കോ ക്രഷ് എന്നാണ് എന്റെ കയ്യിലുള്ള ഈ ഷെയ്ഡിന്റെ പേര്. നല്ലൊരു വാം ചോക്ലേറ്റ് ബ്രൗൺ കളറാണ് ഈ ഒരു ലിപ്സ്റ്റിക്കിനുള്ളത്. ഇതൊരു മാറ്റ് ഫിനിഷ് ലിപ്സ്റ്റിക് ആയതുകൊണ്ട് തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് ലിപ് ബാം യൂസ് ചെയ്യുന്നത് നന്നായിരിക്കും. നമ്മൾ ഈ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്ത് കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ ഇത് നന്നായിട്ട് ഡ്രൈ ആയി പോകുന്നുണ്ട്. പിന്നെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് കൂടിയാണിത്. ഈ ബ്രാൻഡ് അവകാശപ്പെടുന്നത് ഈ ഒരു ലിപ്സ്റ്റിക് 10 to 12 hours വരെ ലാസ്റ്റ് ചെയ്യുന്നതാണ്. പക്ഷെ അത്രയ്ക്കൊന്നും കിട്ടുന്നില്ല. ഒരു 5 to 6 ഒക്കെ മാക്സിമം നമുക്ക് കിട്ടും. അതും എനിക്ക് 5 hours ഒക്കെ കഴിയുമ്പോഴത്തേക്ക് തന്നെ കുറച്ച് ക്രാക്കി അല്ലെങ്കിൽ പാച്ചി പോലെയൊക്കെ ആയി വരാറുണ്ട്. ഇത് നൈക്ക എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണ്. നെയിൽഡ് ഇറ്റ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് എന്റെ കയ്യിലുള്ളത്. ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ എന്റെ റീസെന്റ് നൈക്ക ഹോൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഞാനൊരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്കിന്റെ ഫാനേ അല്ല. എന്റെ കയ്യിൽ ഏറ്റവും കൂടുതലുള്ളത് ലിക്വിഡ് ലിപ്സ്റ്റിക്സ് ആണ്. അങ്ങനെയുള്ളപ്പോൾ എനിക്ക് ഈ ഒരു ഷെയ്ഡ് ഒന്ന് ട്രൈ ചെയ്യണം എന്നുണ്ടായിരുന്നു. ഈ ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു മൂവ് പിങ്ക് ഷെയ്ഡാണ് വരുന്നത്. ഒബ്വിയസ്ലി ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആയതുകൊണ്ട് തന്നെ നല്ല ക്രീമി ടെക്സ്ചർ ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്, നോൺ ഡ്രൈയിങ് ആണ്. ഈ ഒരു ലിപ്സ്റ്റിക് നമ്മുടെ ലിപ്സിൽ നല്ലൊരു വെൽവെറ്റി ഫിനിഷ് ആണ് തരുന്നത്. പിന്നെ ഇതിന്റെ പിഗ്മെന്റേഷൻ എന്ന് പറയുന്നത് അത്യാവശ്യം ഹൈ ആണ്. പിന്നെ വിറ്റമിൻ ഇ ഇതിലൊരു ഇൻഗ്രീഡിയന്റ് ആയിട്ട് വരുന്നതുകൊണ്ട് തന്നെ നല്ല മോയ്സ്ചറൈസിങ് ലിപ്സ്റ്റിക് ആണ്. അതുപോലെ തന്നെ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല കംഫർട്ടബിളും ആണ്. ഇതൊരു ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ സ്റ്റേയിങ് കപ്പാസിറ്റി കമ്പാരിറ്റീവ്ലി കുറവ് തന്നെയാണ്. എനിക്ക് ഒരു 2 hours ഒക്കെ അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് തോന്നിയിട്ടുള്ളത്.
ഇതാണ് നമ്മുടെ ഫൈനൽ ലിപ്സ്റ്റിക്. മെബിലിൻ സൂപ്പർ സ്റ്റേ വിനൈൽ ഇങ്ക് ലിക്വിഡ് ലിപ്സ്റ്റിക് സീരീസിൽ വരുന്ന ഒന്നാണിത്. ഈ ഷെയ്ഡിന്റെ പേര് അൺറിവീൽഡ് എന്നാണ്. നല്ലൊരു ബെറി റെഡ് ഷെയ്ഡാണ് ഈ ഒരു ലിപ്സ്റ്റിക്കിനുള്ളത്. നമ്മുടെ ഓരോരുത്തരുടെയും ലിപ്സിനനുസരിച്ച് ഇതിന്റെ ഷെയ്ഡ് ഡിഫറെന്റ് ആയിട്ടായിരിക്കും കേട്ടോ വരിക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ബോട്ടിൽ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തതിനു ശേഷം വേണം അപ്ലൈ ചെയ്യാൻ. ഇതിന്റെ ട്രൂ ഫോം കിട്ടാൻ വേണ്ടിയിട്ടാണ്, അതായത് കളർ പിഗ്മെന്റും ഷൈൻ ഓയിലും ഒന്നിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യുന്നത്. നമ്മൾ ഈ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്ത് കുറച്ചധികം നേരത്തേക്ക് ഒരു സ്റ്റിക്കി സെൻസേഷൻ ആയിരിക്കും ഉണ്ടാവുക. ലിപ്സ്റ്റിക്കിന്റെ പുറത്ത് ഒരു ലിപ് ഗ്ലോസ് കൂടി അപ്ലൈ ചെയ്താൽ എങ്ങനെയാണോ ഫിനിഷ് കിട്ടുക, അതുപോലത്തെ ഒരു ഫിനിഷാണ് ഇതിനുള്ളത്. ലിപ്സ്റ്റിക്കിന്റെ മാറ്റ് ഫിനിഷ് ഇഷ്ടമില്ലാത്തവർക്ക്, അതായത് ഗ്ലോസി ഫിനിഷ് വേണം അല്ലെങ്കിൽ ഒരു വെറ്റ് ലുക്ക് ഷൈൻ വേണം എന്നൊക്കെ ഉള്ളവർക്ക് തീർച്ചയായിട്ടും പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ലിപ്സ്റ്റിക് ആണിത്. ഈസിലി ഒരു 6 to 7 hours വരെ നല്ല രീതിക്ക് ലാസ്റ്റ് ചെയ്യുന്ന ലിപ്സ്റ്റിക് ആണിത്. അപ്പൊ ഇത്രയും ലിപ്സ്റ്റിക്കുകളാണ് നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ലിപ്സ്റ്റിക്കുകളുടെയൊക്കെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാങ്ങാൻ താല്പര്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, കാണാൻ മറക്കരുത്. കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.